ഹായ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മൾട്ടി ബാഗേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മൾട്ടി ബാഗേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോയാൽ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ ഈ വീഡിയോയിൽ അതിന്റെ വാല്യുവേഷനെ പറ്റിയിട്ട് പി റേഷ്യനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ മൾട്ടി ബാഗേഴ്സും പി റേഷ്യയും തമ്മിലുള്ള കണക്ഷനാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പി റേഷ്യനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി സംസാരിക്കുന്നത്. വാല്യുവേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെ പി റേഷ്യോന്റെ ബെനിഫിറ്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് പിയിൽ നമുക്ക് എക്സ്പാൻഷൻ പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ പിയിൽ റീറേറ്റിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറയാം. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ സ്റ്റോക്കിന്റെ പി റേഷ്യോ 40 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആ സ്റ്റോക്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ പി റേഷ്യോ എന്തുകൊണ്ട് 40, ഇത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഈ പി റേഷ്യോ 40 വന്നു എന്നുള്ള കാര്യമാണ്. അതിന് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന്റെ പീർസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ചിലപ്പോൾ 20-15 പിയിൽ കിടക്കുമ്പോൾ ഈ കമ്പനി 40 നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്ന കമ്പനി ആയിരിക്കും, നല്ല പി റേഷ്യോ കിട്ടിയിട്ട് ഇപ്പൊ അവരുടെ പ്രോഫിറ്റ് ഒരുപാട് താന്നു പോയുണ്ടാകും. അതിൽ ഭൂരിഭാഗം കേസിലും ഈ പറഞ്ഞ ഹൈ പി കിട്ടാനുള്ള സാധ്യത എപ്പോഴും അത് ഹൈ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാലും മനസ്സിലാവും. അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് ഒറ്റ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പി റേഷ്യോ 40 എത്തി. ഈ കമ്പനിക്ക് മാത്രം 40, അതിന്റെ പീർസിന് 20-15 ആ രീതിയിൽ നിൽക്കുന്നത് എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കമ്പനി 40 പിയിലാണ് നിൽക്കുന്നത്. ഈ 40 പിയിൽ നിൽക്കുമ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് 100% ഉണ്ടെന്ന് വിചാരിക്കുക. 100% ഞാൻ പറയുന്നത് പ്രോഫിറ്റ് ഗ്രോത്തിനെ പറ്റിയിട്ടാണ്, സെയിൽസ് ഗ്രോത്ത് അല്ല. അപ്പോൾ അതിന്റെ പി റേഷ്യോ 40 ആണ്, പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഈ 100% ഗ്രോത്ത് പ്രോഫിറ്റിൽ വരുന്നുണ്ട് തന്നെ കമ്പനിയുടെ പി റേഷ്യോ 40 എന്നുള്ളത് 20 ആയിട്ട് കുറയും. കാരണം പിയുടെ നമ്മൾ കാൽക്കുലേഷൻ അറിയാം, മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ആയി, അതുകൊണ്ട് തന്നെ പി റേഷ്യോ ഹാഫ് ആവും. 40 ഉള്ള പി 20 ആയിട്ട് കുറയും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ കമ്പനിക്ക് 40 പി കിട്ടിയത്? നമ്മൾ ആദ്യം തന്നെ ചോദ്യമാണ്. ഈ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ആ പീർസിന്റെ കൂടുതൽ അല്ലെ ആ സെക്ടറിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ കമ്പനിക്ക് 40 പി കൊടുത്ത് ആൾക്കാർ മേടിക്കാൻ റെഡിയായിരുന്നു. ആ കമ്പനി ഇപ്പോഴും 100% ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ആൾക്കാർക്ക് ആ കമ്പനിയിൽ ഡിമാൻഡ് വീണ്ടും വരുമെന്നുള്ളതല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരേ രീതിയിൽ ഹൈ പ്രൈസിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. ആ കമ്പനിയിൽ ഹൈ ഗ്രോത്ത് വരികയും നല്ല റിസൾട്ട് വരികയും ചെയ്യുമ്പോൾ ഈ 20 പിയിൽ കിടക്കുന്ന സ്റ്റോക്കിനെ എല്ലാവരും ബൈ ചെയ്യാൻ വീണ്ടും റെഡി ആയിരിക്കും. അതായത് നേരത്തെ 40 കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഇപ്പൊ 40 അതിന് മുകളിലോ കൊടുത്ത് മേടിക്കാനായിട്ട് ആളുകൾ റെഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 20 കിടക്കുന്ന പി വീണ്ടും 40 എത്താൻ സാധ്യതയുണ്ട്. ഡിനോമിനേറ്റർ എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ പുതിയതായിട്ട് കിട്ടി, 100% ഗ്രോത്തിൽ വന്നു. അപ്പൊ ഇനി പി റേഷ്യോ കൂടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റ് ക്യാപ്പ് കൂടണം. മാർക്കറ്റ് ക്യാപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുക. അതായത് 20 പി നിന്ന് 40 പി ആയിട്ട് 100% അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടണം. അതായത് സ്റ്റോക്കിൽ 100% റിട്ടേൺ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 100% ഗ്രോ ചെയ്ത കമ്പനിയിൽ 100% റിട്ടേൺ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പി റേഷ്യോ 40 ആയിട്ടിരുന്നുകൊണ്ട് തന്നെ. ഇവിടെ എന്താ സംഭവിച്ചത്? 40 ആയിരുന്ന പി 20 ആയിട്ട് കുറഞ്ഞു. അപ്പൊ വീണ്ടും ഡിമാൻഡ് വന്ന് 40 ആയിട്ട് മാറി. പി അവിടെ റീറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പി കുറഞ്ഞു, പക്ഷെ ആൾക്കാർ ആ പി റേഷ്യോ ഇതിന് 40 കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്, 40-45 കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ ആ പിനെ തിരിച്ച് വീണ്ടും 20 പിയിലേക്ക് മാറിയതിനെ തിരിച്ച് 40 പിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പി റീറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ പി എക്സ്പാൻഷൻ ആണ്. അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഇതേ സെക്ടറിൽ തന്നെ 100% ഗ്രോ ചെയ്യുന്ന വേറൊരു കമ്പനി നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. അതായത് കഴിഞ്ഞ ക്വാർട്ടർ വരെ 100% ഗ്രോ ചെയ്യുന്നില്ല, അല്ല കഴിഞ്ഞ 2-3 ക്വാർട്ടർ മുമ്പ് വരെ 100% ഗ്രോ ചെയ്യുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2-3 ക്വാർട്ടർ നോക്കിയാൽ 100% വെച്ച് ഗ്രോ ചെയ്യുന്നുണ്ട്. അത് ഒരു ചെറിയൊരു കമ്പനിയാണെന്നുള്ളത് വിചാരിക്കാം. ആ കമ്പനിയുടെ പി റേഷ്യോ ഇപ്പൊ 10 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ ഹൈ പെർഫോമൻസിൽ ഈ സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഗ്രോത്ത് റേറ്റും ഈ പറഞ്ഞ ഗ്രോത്ത് റേറ്റും ഏകദേശം ഒരേ ഗ്രോത്ത് റേറ്റുമാണ്. പക്ഷെ ഇതിന്റെ പി റേഷ്യോ 10ഉം അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പി റേഷ്യോ 40 അല്ലെങ്കിൽ 45-50 മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ കമ്പനി ഇതേപോലെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഈ 10 പി ഉള്ള കമ്പനി ഇതേപോലെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ, ഇത് അതായത് 100% വെച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു സെക്ടറിലെ മാർക്കറ്റ് ഷെയർ ഈ കമ്പനി കൂടുതൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം 100% ഗ്രോ ചെയ്യുവാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് മാർക്കറ്റിലേക്കുള്ള പെനിട്രേഷൻ അവർക്ക് കൂടുവാണല്ലോ കമ്പനിക്ക്. അപ്പൊ അതിനർത്ഥം ഈ കമ്പനി കുറച്ച് നാളുകൂടി ഇങ്ങനെ പെർഫോം ചെയ്താൽ ഇത് ഈ സെക്ടറിലെ ലീഡർ ആവാനോ അല്ലെങ്കിൽ ഈ ലീഡറിനൊപ്പം കോമ്പീറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 10 പി കൊടുത്താൽ പോരല്ലോ. ഇവിടുത്തെ ഹൈയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സെക്ടർ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് 40 കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 45-50 കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് മിനിമം ഒരു 35-40 പി കിട്ടേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഇതേ രീതിയിൽ ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ സെക്ടർ ലീഡറിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിൽ ഗ്രോ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഈ 10 പി 40 ആവാനുള്ള സാധ്യതയുണ്ട്. അതിനർത്ഥം 10 × 4 ആയാലേ ഉള്ളൂ 40 പിയിലെത്തുള്ളൂ. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിന്റെ 4 ടൈംസ് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 3 ടൈംസ് റിട്ടേൺ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 4 ടൈംസ് ആവും. ഇങ്ങനെ ഈ 10 പിന് 40 പി ആണ്, ഇതിനെയാണ് നമ്മൾ പി എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 4 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം. ഈ കമ്പനി 100% ഗ്രോ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ആദ്യത്തെ കമ്പനിയുടെ അതേ കാര്യം തന്നെ നോക്കിയാൽ ഇവിടെ 40 പി, ഇപ്പൊ ഒരു വർഷം കൊണ്ടാണ് ഇത് 40 പിയിൽ എത്തുന്നതെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഈ 40 പി എന്നുള്ള ഇതിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഡബിൾ ആയി, 100% ഗ്രോ ചെയ്തു. അപ്പൊ ഈ 40 പി വീണ്ടും 20 പി ആയിട്ട് കുറയും. മനസ്സിലാവുന്നുണ്ടോ? 40 പിയിൽ ഉണ്ടായിരുന്നത് 20 പി ആയിട്ട് കുറയും. കാരണം അതിന്റെ പ്രോഫിറ്റ് കൂടി, 100% കൂടി.
അപ്പോൾ അതിനെ വീണ്ടും 20 നിന്ന് വീണ്ടും അതിനെ 40ലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അതിനർത്ഥം ഇത് 8 ടൈംസ് അത് വെച്ചാൽ ഞാനിപ്പോൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആണ് 10,000 കോടി എന്ന് വിചാരിക്കാം. സോ ആ 10,000 കോടിയിൽ നിന്ന് 40,000 കോടിയിലേക്ക് എത്തി, മാർക്കറ്റ് ക്യാപ്പ് 40,000ത്തിലേക്ക് എത്തി 40p എത്താനായിട്ട്. അങ്ങനെ 40,000 എത്തിയ സമയത്ത് ഇതിന്റെ പ്രോഫിറ്റ് ഡബിൾ ആയി. സോ അതിനർത്ഥം ഇതിന്റെ പി റേഷ്യോ ഇപ്പൊ 40,000 മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിലും ഇതിന്റെ പി റേഷ്യോ 20 ആണ്. അവിടെ നിന്ന് 40 ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആവണം. അപ്പൊ ഈ 40,000 മാർക്കറ്റ് ക്യാപ്പ് 80,000 മാർക്കറ്റ് ക്യാപ്പ് ആയിട്ട് മാറണം. അപ്പൊ എന്താ, നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 10,000 മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്ന കമ്പനി 100% ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 4 ഇരട്ടി ആയപ്പോഴും ഇത് 20 ആയിട്ട് തുടർന്നു. അപ്പൊ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പം 80,000 ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 8 ടൈംസ് ആയി, നമുക്ക് 7 ടൈംസിന്റെ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. പിയിൽ എക്സ്പാൻഷൻ നടന്നു, 10 എന്നുള്ളത് 40 ആയി. അതേപോലെ ആ 40 പിനെ 100% ഗ്രോ ചെയ്തുകൊണ്ട് തന്നെ അത് 20 പി ആയിട്ട് കുറയെ റീറൈറ്റ് ചെയ്ത് വീണ്ടും 40 പിയിലോട്ട് മാറി. അപ്പോൾ പി എക്സ്പാൻഷനും പി റീറൈറ്റിങ്ങും ഈ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കമ്പനിയിൽ ആദ്യത്തെ സമയത്ത് അവിടെ നമുക്ക് 100% അല്ലെങ്കിൽ 150% റിട്ടേൺ കിട്ടിയ സമയത്ത് ഇവിടെ നമുക്ക് 700%, 800% ആണ് നമ്മുടെ റിട്ടേൺ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് 8 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ പിയിലുള്ള സ്റ്റോക്ക് എടുക്കുക എന്നുള്ള കാര്യമല്ല, ഹൈ ഗ്രോത്ത് ഉള്ള നമ്മൾ ആ സെക്ടറിനെ മൊത്തത്തിൽ മനസ്സിലാക്കണം. ആ സെക്ടറിൽ അവിടുത്തെ ലീഡർ എന്തുമാത്രം പെർഫോം ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര പി വരെ കൊടുക്കാൻ മാർക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് ഒരു ബുൾ റണ്ണിന്റെ എൻഡിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സെക്ടറിൽ മാക്സിമം എത്ര വരെ പി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. നമ്മൾ അത്ര എടുക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ 2024 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു സമയത്ത് വരെ മിക്കവാറും സെക്ടറുകളൊക്കെ ഹൈ ഗ്രോത്തിലായിരുന്നു. സോ അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പല കമ്പനികളുടെ പി എത്ര വരെ കൊടുത്തിട്ടുണ്ടെന്ന്. നമുക്ക് അത്ര വരെ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ 50% വരെ ആവാമല്ലോ ഒരു നല്ലൊരു ബുൾ റൺ വരുന്ന സമയത്ത്. പല സെക്ടറിലും പല രീതിയിലായിരിക്കും അവിടുത്തെ പി റേഷ്യോ വരിക. ചില സെക്ടറിൽ 100, 200, 300 പി കൊടുക്കാനായിട്ട് ആൾക്കാർ റെഡി ആയിരിക്കും. ചില സെക്ടറിൽ ഈ പറഞ്ഞ പോലെ 30, 40, 50 ഒക്കെ ആയിരിക്കും ആ സെക്ടർ ലീഡറിന്റെ പി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് ആ സെക്ടറിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിക്ക് എത്ര പി വരെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം സെലക്ട് ചെയ്ത കമ്പനി ഈ പറഞ്ഞ കമ്പനിയുടെ അതേ രീതിയിലോ അല്ലെ അതിന് മുകളിലോ പെർഫോം ചെയ്യുന്നുണ്ട്, അതായത് അതിന്റെ ഗ്രോത്ത് അതിന് മുകളിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് അതിന്റെ പി, അതായത് അതിന്റെ പിയോ അതിന്റെ തൊട്ട് താഴെ വരെയുള്ള പി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടെ ഇത് ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ പിയിൽ റീറേറ്റിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോടെ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ മൾട്ടിബാഗേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഗ്രോത്തോ അല്ലെങ്കിൽ ചെറിയ കമ്പനി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രോത്ത് ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ഇനി മൾട്ടിബാഗേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളോടൊന്ന് മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മൾട്ടിബാഗേഴ്സിനെ നോക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.